ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് 2026 ഹോട്ട് ടോപ്പിക്സിന്റെ ഫൈനൽ ബ്ലൂ പ്രിന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മെയിൻ സബ്ജക്ട്സ് ആയ ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, ജോഗ്രഫി പോലത്തെ സബ്ജക്ട്സിന്റെ ഒക്കെ ഏതൊക്കെ ഏരിയാസ് ആണ് പഠിക്കേണ്ടത് എന്നും അതിൽ ഓരോ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ആ ഭാഗം കണ്ടിട്ട് ഈ ഭാഗം കൂടെ കാണുക. കാരണം നമുക്ക് ഇനി ടഫ് ആയിട്ടുള്ള പോർഷൻസ് ലൈക്ക് സിവിക്സ്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, IT പോലത്തെ ഏരിയാസിൽ നിന്ന് ഇനി നിങ്ങൾ കുറച്ചും കൂടെ സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉടനെ തന്നെ ഈ സെക്കൻഡ് സെറ്റ് ഓഫ് സബ്ജക്ട്സിന്റെ ഹോട്ട് ടോപ്പിക്സ് ഇടാൻ പറ്റാത്തതിന്റെ കാരണം SCRT ചാപ്റ്റേഴ്സ് ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. 5 തൊട്ട് 10 വരെയുള്ള നമുക്ക് ഈ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഈ ഡിഗ്രിക്കും ആവശ്യമായതുകൊണ്ട് അവർ ഈ സോഷ്യൽ സയൻസിൽ നിന്ന് പിക്ക് ചെയ്ത് കറക്റ്റ് SCRT ചാപ്റ്റേഴ്സ് 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലേക്ക് എടുത്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പ്രിലിംസിനും മെയിൻസിനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഡിഗ്രിക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു കോഴ്സിൽ അത് കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. സയൻസും എടുക്കുന്നുണ്ട്. സയൻസ് നമുക്ക് മെയിൻസിലാണ് വരിക. കാര്യമായിട്ട് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത് LGS, LDC, VFA എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് ഈ ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ SCRT പോർഷൻസും ക്ലാസ് എടുക്കുന്നത്. ഇത് നമ്മുടെ 10th ലെവലിലുള്ള എക്സാം വരെയാണ് വാലിഡിറ്റി ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് 10th ലെവൽ നോക്കുന്നവരാണെങ്കിൽ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം കംപ്ലീറ്റ് ഈ ടെസ്റ്റ് സീരീസിൽ ഡെയിലി ടെസ്റ്റുകളാണ്. നിങ്ങൾക്ക് പിക്ക് ഔട്ട് ചെയ്ത് കുറേ അധികം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വൃന്ദാവൻ PSC വേൾഡ് എന്ന് പറയുന്ന എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഹോട്ട് ടോപ്പിക്സ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയും. ആ എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ ഈ ഹോട്ട് ടോപ്പിക്സിനോടൊപ്പം നിങ്ങൾ തീർച്ചയായിട്ടും PYQ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ട ഏരിയാസ് ആണ്, തീർച്ചയായും വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നതാണ്. ഒപ്പം ഈ PYQ പ്രാക്ടീസിൽ നിങ്ങൾ കുറച്ച് റെയർ ആയിട്ടുള്ള ക്വസ്റ്റൻസും കാണും. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാത്ത കുറച്ച് കാര്യങ്ങളും കാണും. അപ്പോൾ നിങ്ങൾ അതും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മേജർ പോർഷൻസും ഒപ്പം അവർ റെയർ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾ ഒന്ന് സെറ്റ് ആകും. നമുക്ക് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 60 അതാണല്ലോ. അപ്പോൾ അതിലേക്കുള്ള ആ ഒരു എഫേർട്ടാണ് നമ്മൾ ഇടാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്സ് നോക്കാം. ആദ്യം സിവിക്സ് എന്ന് പറയുന്ന പോർഷൻ ആണ്. അപ്പോൾ സിവിക്സിലെ ഒരു പോർഷൻ ഞാൻ കഴിഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്ന് ജസ്റ്റ് എഴുതി പോയിരുന്നു. ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അത് വരിക എങ്കിൽ കൂടി നമുക്ക് പ്രിലിംസിനും മെയിൻസിനും ഇങ്ങനെ സിവിക്സ് എന്ന് പറയുന്ന പോർഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ പറയുന്നു മാത്രം. ഓക്കെ, ഫസ്റ്റ് എത്തത് ഇന്ത്യൻ സിവിൽ സർവീസും സ്റ്റേറ്റ് സിവിൽ സർവീസും ആണ്. ഇത് നമ്മുടെ ബ്യൂറോക്രസി കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന മെയിൻ കാര്യങ്ങളാണ്. ഈ സിവിൽ സർവീസിന്റെ ഭാഗമായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കണം. അത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സംഭവമാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. മെയിൻലി ഫംഗ്ഷൻസ് ഓറിയന്റഡ് ആയിട്ടും ആർട്ടിക്കിൾസ് വെച്ചിട്ടും ഒക്കെ ചോദിക്കും. ഓക്കെ, ദെൻ ഇ ഗവേണൻസ് വളരെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിൻസ് ആസ്പെക്ടിൽ കുറച്ചുകൂടി വൈഡർ ആയിട്ട് ചോദിക്കും. നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് എന്നുള്ള രീതിയിൽ ഇ ഗവേണൻസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് വരെ ഉണ്ടാവാറുണ്ട് എപ്പോഴും. ഓക്കെ, അപ്പോൾ ഇ ഗവേണൻസ് അത്യാവശ്യം നന്നായിട്ട് നോക്കുക. പുതിയ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്സ് ഇ ഗവേണൻസ് എന്നുള്ള ഒരു മേഖലയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ദെൻ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഒബ്വിയസ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് വരുന്നതെങ്കിൽ കൂടി ഇവർ സെപ്പറേറ്റ് സിവിക്സിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയിലാണ് നമ്മുടെ എന്താണ് പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പോലത്തെ സംഭവങ്ങളൊക്കെ വരിക. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ എന്താണ് പാർലമെന്റ് അല്ലെ, പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇതിൽ രാജ്യസഭയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ലോക്സഭയുടെ ഡ്യൂട്ടീസ്, ഒരു ഡ്യൂട്ടീസ് ഓറിയന്റഡ് ആയിട്ടാണ് കുറച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഓരോന്നിന്റെയും സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. പിന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് നമുക്ക് എന്താണ് ഈ പറയുന്ന പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഒക്കെ വരിക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കാറുള്ളതും ഇത് വെച്ചിട്ടാണ്. കാരണം പ്രസിഡന്റിന് കുറേയധികം പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ, അദ്ദേഹത്തിന് കുറേയധികം ഡിപ്ലോമാറ്റിക് അങ്ങനെ കുറേയധികം പവേഴ്സ് ഉണ്ട്. ഈ പവേഴ്സ് നിങ്ങൾ സെപ്പറേറ്റ് നോക്കണം. അതുപോലെ തന്നെ എന്താണ് വൈസ് പ്രസിഡന്റിന്റെ കാര്യങ്ങൾ, വൈസ് പ്രസിഡന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ജുഡീഷ്യറിയിൽ നിന്ന് സുപ്രീം കോർട്ടാണ് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾ കഴിഞ്ഞ തവണത്തെ ഡിഗ്രി പ്ലംസ് സെക്കൻഡ് സ്റ്റേജ് 2025 നോക്കുകയാണെങ്കിൽ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് ആക്ച്വലി ക്വസ്റ്റൻ ഡിലീറ്റ് ആയി പോയി. പക്ഷേ ഈ ജുറിസ്ഡിക്ഷൻ, അപ്പലീറ്റ് ജുറിസ്ഡിക്ഷൻ, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ പോലെയുള്ള ഒരു അധികാര പരിധികളുണ്ട്. ഓക്കെ, ജുഡീഷ്യറിക്ക് ആ ഓരോ ജുറിസ്ഡിക്ഷനിലും എന്തൊക്കെയാണ് അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ, അപ്പീൽ അധികാരങ്ങൾ, തനതധികാരങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. നിങ്ങളത് ഓരോന്നും കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. എസ്പെഷ്യലി ജുഡീഷ്യറിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സുപ്രീം കോടതി പഠിക്കുക. സുപ്രീം കോടതിയാണ് കൂടുതലും ചോദിക്കാറുള്ളത്. സുപ്രീം കോടതി കംപ്ലീറ്റ് നോക്കുക. ഹൈക്കോർട്ട് ഒരു റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, നോക്കുക. ഓക്കെ, പിന്നെ ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇത് ആക്ച്വലി ഞാൻ അറിയാതെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇട്ടു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ പോളിറ്റി ബൈ ലക്ഷ്മികാന്തിന്റെ ബുക്കാണ് നോക്കുന്നതെങ്കിൽ അതിൽ ഈ ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇട്ടത്. പക്ഷേ സിവിക്സ് എന്ന് പറയുന്ന പോർഷനിലാണ് അവർ എടുത്ത് പറയുന്നത് മാത്രം. ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഹോൾഡിൽ വെക്കാം അല്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇത് ചോദിക്കാറുണ്ട് എപ്പോഴും.
അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഓക്കെ. ദെൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ കമ്മീഷൻ വളരെ ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് ഇതെന്ന് പറയുന്നത്. ഇത് 10th ലെവലിന് വരെ എപ്പോഴും ചോദിക്കുന്നതാണ്. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാര പരിധികൾ കുറച്ചും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ. കാരണം കുറച്ചും കൂടെ അവർ എന്താണ് ട്വിസ്റ്റ് ആൻഡ് ടേൺസോട് കൂടിയ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇട്ട് തരും. കാരണം ഒരു കറക്റ്റ് ആയിട്ട് കുറച്ച് അധികാരങ്ങളുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷന്റെ ആക്ടിന്റെ അണ്ടറിൽ ഇൻഫർമേഷൻ കമ്മീഷന് കുറച്ച് പവേഴ്സ് ഉണ്ട്. ആ പവേഴ്സ് ഒരു 4-5 കണ്ടുണ്ട്. അത് കൃത്യമായിട്ട് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, അത് ഞാനൊരു കറണ്ട് അഫയർ പെർസ്പെക്റ്റീവിൽ നിന്ന് പറഞ്ഞോളൂ. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനിൽ നിന്ന് അവർ കുറച്ചുകൂടെ തുടക്കം തൊട്ട് എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഇപ്പോൾ ഇവിടെയാണെങ്കിലും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്നതിന് മുൻപ് ലോകത്ത് മൊത്തത്തിൽ ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ വന്നത്, അതിന്റെ ആവശ്യകത, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നും അറ്റ് പ്രസന്റ് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ ഒരു നമ്മുടെ നാഷണൽ ലെവലിലുള്ള അതിന്റെ സ്ട്രക്ചർ, ഫംഗ്ഷൻസ് ഒക്കെ നോക്കിക്കോളൂ. കാരണം അത് മെയിൻസിലൊക്കെ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പ്രിലിംസിൽ നമ്മുടെ അത് കുറച്ചും കൂടെ ഫാക്ച്വൽ ആയിട്ടാണ് ചോദിക്കാറ്. അധികം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കുഴപ്പിക്കാറില്ല. എന്നിരുന്നാലും നോക്കുന്നത് നല്ലതാണ്, റിസ്ക് എടുക്കണ്ടല്ലോ. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺസ്യൂമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നോക്കണം. അത് കുറച്ചും കൂടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ചോദിക്കാറുള്ളത് LDC LGS 10th ലെവലിനാണെങ്കിലും നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കുക. കാരണം ഇപ്പോൾ ചിലപ്പോൾ അവിടെ ഇൻഫർമേഷൻ കമ്മീഷൻ മാറ്റിയിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷനിലേക്ക് കടന്നാലോ. ഓക്കെ. കാരണം ഓരോന്ന് അത് SCERT കംപ്ലീറ്റ് ഉണ്ട്. ഈ കൺസ്യൂമറിനെയും ഇൻഫർമേഷൻ കമ്മീഷനെയൊക്കെ കുറിച്ച് എക്സാക്ട് ആയിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബോക്സ് ഒക്കെ കൊടുത്ത്. അപ്പോൾ SCERT ഉള്ളത് കൊണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വാട്ടർഷെഡ് മാനേജ്മെന്റ് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഈ വാട്ടർഷെഡ് മാനേജ്മെന്റ് അത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക അതിനെക്കുറിച്ചുള്ളത്. ദെൻ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ് ഞാനൊരു റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചാൽ എക്സ്ട്രാ ഇട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഹോൾഡ് വെക്കാം. അതായത് നാഷണൽ ലെവലിലുള്ള പുതിയ കറണ്ട് അഫയർ പെർസ്പെക്റ്റീവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഓക്കെ. ഈ എംപ്ലോയ്മെന്റിന് വേണ്ടിയുള്ള പോളിസീസ്, ഇപ്പം ഞാൻ പറഞ്ഞു യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് IT ഇതിനൊക്കെ SCERT NCERT പാഠഭാഗങ്ങളുണ്ട്. അതിൽ കുറച്ചും കൂടെ ഞാൻ പിക്ക് ചെയ്ത് പറയാം കേട്ടോ. കാരണം എല്ലാം നമുക്ക് ഇപ്പോൾ ഓടിച്ചു പഠിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT NCERT ഞാൻ എടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഉടനെ. അപ്പോൾ ഇതിൽ ഹാർഡ്വെയർ എന്നുള്ള ഭാഗത്ത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആർക്കും പറഞ്ഞു തരണ്ടാലേ, അത് എപ്പോഴും അവർ ചോദിക്കുന്നതാണ്. അത് 1 2 3 4 ഓപ്ഷനിൽ ഇട്ടിട്ട് 1 2 3 and 4 എന്നുള്ള രീതിയിലുള്ള ഒരു എലിമിനേഷൻ രീതിയിലാണ് ചോദിക്കാറുള്ളത്. പിന്നെ മെമ്മറി ഡിവൈസസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. RAM, ROM, ക്യാഷെ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ സോഫ്റ്റ്വെയറിൽ സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ബോക്സ് വരച്ച് പഠിക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് എപ്പോൾ ഏത് എക്സാമിനാണെങ്കിലും ഉപകാരപ്പെടും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്, ഇതിന്റെ എക്സാമ്പിൾസ് ആരൊക്കെയാണ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ സ്പ്രെഡ്ഷീറ്റ്, ഇമേജ് എഡിറ്റർ, അങ്ങനത്തെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ. ഇത് ഓരോന്നിന്റെയും നോക്കണം കേട്ടോ. അതായത് ആപ്പിളിന്റെ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് പറയാ മൈക്രോസോഫ്റ്റിന്റെ ഉണ്ടാവും, ഗൂഗിളിന്റെ, ഈ പറഞ്ഞ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസും ഇമേജ് എഡിറ്റേഴ്സും ഉണ്ട്. ഓക്കെ. അത് ഓരോന്നിനും എന്തൊക്കെ പേരുകളാണ് കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ നോക്കിയിരിക്കണം. കാരണം അത് ചോദിക്കാറുണ്ട് എപ്പോഴും. ഓക്കെ. ഇത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കൃത്യമായിട്ട് നോക്കണം, എക്സാമ്പിൾസ് നോക്കണം. ഇപ്പോൾ ഓരോരുത്തരും ഇതനുസരിച്ച് നിങ്ങൾ IT എന്ന് പറയുന്ന മേഖല ഒന്ന് സെറ്റ് ആക്കിയാൽ മതി കേട്ടോ. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ടൈപ്സ്, അതായത് LAN, WAN, അത് കംപ്ലീറ്റ് എന്തായാലും പഠിക്കാൻ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് സ്റ്റേജിന് ചോദിച്ചതാണ്. നെറ്റ്വർക്ക് ഡിവൈസസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സ്വിച്ച്, റൂട്ടർ, ഹബ്ബ്, അത് കംപ്ലീറ്റ് ഒരു NCERT ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് പഠിക്കാൻ പറ്റും. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലുണ്ട്. ഓക്കെ. അത് ഞാൻ പറയാം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട്. ദെൻ ഇന്റർനെറ്റിൽ സെർച്ച് എഞ്ചിൻ, ബ്രൗസർ, ഇത് ഓരോരുത്തരുടെയും ഉണ്ട്. ഓക്കെ. ഗൂഗിളിന്റെ, മൈക്രോസോഫ്റ്റിന്റെ, അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഓരോ ഓണർഷിപ്പ് വ്യത്യാസം വരുമ്പോൾ ഉള്ള ഓരോ സെർച്ച് എഞ്ചിൻസും ബ്രൗസേഴ്സും ഉണ്ട്. അത് എക്സാമ്പിൾ വെച്ച് പഠിക്കാം. പിന്നെ WWW ഇതിന്റെ ഫംഗ്ഷൻ, WW എന്ന് പറയുന്ന വേൾഡ് വൈഡ് വെബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കണം കേട്ടോ. കഴിഞ്ഞ സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. എന്നാലും കൂടുതൽ ഇതാണ് അവർ ചോദിക്കാറുള്ളത്. ദെൻ സോഷ്യൽ മീഡിയ ലൈക്ക് നമ്മുടെ ഇപ്പോൾ എന്താ പറയാ യൂട്യൂബ്, ഇപ്പൊ നമ്മൾ പറയുന്ന യൂട്യൂബ്, ഇൻസ്റ്റ, ഇതൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ സോഷ്യൽ മീഡിയയുടെ ഫംഗ്ഷൻ ലെവലിലും അല്ലെങ്കിൽ എന്താണ് പറയാ അത് എങ്ങനത്തെ ലെവലിലുള്ളതാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ചും കൂടെ അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതൊരു വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നോക്കി വെക്കാമെന്ന് മാത്രം. ഓക്കെ. ദെൻ സൈബർ ക്രൈംസ് ആൻഡ് IT ആക്ട് സെക്ഷൻസ്, ഇത് വളരെ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ചോദിക്കാറില്ല. എന്നാലും നിങ്ങളൊന്ന് സൈബർ ക്രൈം എന്തായാലും നിങ്ങൾ നോക്കണം. കാരണം ഇപ്പൊ പറയുന്ന ഒരു ഫിഷിങ്, അതുപോലെ സ്ക്വാട്ടിങ്, അങ്ങനെയൊക്കെ ഓരോ ടേംസ് ഉണ്ടല്ലോ, സ്പെസിഫിക് ടേംസ് വരുന്നുണ്ട്. അത് ഓരോന്നും എന്താണെന്ന് നിങ്ങൾ നോക്കണം. ബുക്സിൽ പോലും ഇല്ലാത്തത് തന്നെയാണ് അവർ ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് സെർച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചെടുക്കണം കേട്ടോ. അത് ദെൻ IT ആക്ട് സെക്ഷൻസ് നിങ്ങൾ ഓരോ സെക്ഷനും എന്താണെന്ന് നോക്കി വെച്ചാൽ മതി. ഓരോ സെക്ഷനും എന്തിനാ ഡീൽ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ. ഇത്രയും പഠിച്ച IT ഏകദേശം സെറ്റ്. നെക്സ്റ്റ് S&T, സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾക്കൊരു സേഫ് സ്കോറിങ് 5 മാർക്സ് ആണല്ലോ ഇതിന്. ഒരു 3
അത്രയും മാർക്സിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നാഷണൽ പോളിസി ഓൺ എസ് ആൻഡ് ഇന്നോവേഷൻസ്, നമ്മുടെ രാജ്യത്ത് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. പിന്നെ ISRO സെന്റേഴ്സ് ആൻഡ് ലേറ്റസ്റ്റ് മിഷൻസ്, അത് തീർച്ചയായിട്ടും സെന്റേഴ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇവർ ഓരോ സെന്ററുകൾ, അതായത് ബാംഗ്ലൂർ, അത് ഓരോ സാധനങ്ങൾ അസംബിൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള കുറേ സെന്റേഴ്സ് ഉണ്ട്. നിങ്ങൾ ISROയുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഒരു സെന്റർ വെച്ചിട്ട് ഇവർ ചോദിക്കാറുണ്ട്, അങ്ങനെ ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ISROയുടെ ഹിസ്റ്ററി ഒക്കെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ ലേറ്റസ്റ്റ് മിഷൻ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ലേറ്റസ്റ്റ് മിഷനോടൊപ്പം നമ്മുടെ ചന്ദ്രയാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആദിത്യ L1, അവർ ഇത് രണ്ടും മിക്സ് ചെയ്തും ചോദിക്കും. ലേറ്റസ്റ്റും, അതായത് അന്ന് ആ വർഷം ഇന്ന ദിവസം ചന്ദ്രയാൻ നടന്നു, ഇനി നടക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. സോ അത് ശ്രദ്ധിക്കണം. എനർജി പോളിസി ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. എനർജി എന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. സോ അത് ഗവൺമെന്റ് എന്തൊക്കെയാണ് ഈ പറയുന്ന എനർജി പോളിസി ഇന്ത്യയുടെ എന്തൊക്കെ കാര്യങ്ങളാണ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഒരു കറന്റ് അഫയർ പെർസ്പെക്ടീവിൽ നിന്നാണ് നിങ്ങൾ ഇത് കൂടുതൽ പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ എൻവയറൺമെന്റൽ സയൻസ്, ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ്, പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. അത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പോളിസീസ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോട്ടോകോൾസ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ നോക്കണം. അത് ഇപ്പൊ നമ്മളുടെ രാജ്യത്തും അങ്ങനത്തെ ഇതിൽ നമ്മുടെ രാജ്യം ഭാഗമായിട്ടുള്ളതും തീർച്ചയായിട്ടും ഒന്ന് നോക്കണം. പിന്നെ ഡെവലപ്മെന്റ്സ് ഇൻ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി ആൻഡ് നാനോ ടെക്നോളജി. ഇത് വളരെ ബയോടെക്നോളജിയും ഗ്രീൻ ടെക്നോളജിയും കുറച്ചും കൂടെ വേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നാനോ അതെ, നമുക്ക് പറ്റാവുന്ന അത്രയും ഇത് ഞാൻ പറഞ്ഞ ഒരു കറന്റ് അഫയർ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാൽ മതി. ഓക്കെ, ദെൻ വെസ്റ്റേൺ ഗട്സ് ഓൾറെഡി നമ്മൾ കേരള ജോഗ്രഫിയിൽ കണ്ടതാണ്. അതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ അവിടെ പഠിക്കുമ്പോൾ ഒന്നും കൂടെ ഇൻ ഡെപ്തിൽ പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ. 10 മാർക്സ് ആണ് ഇതിൽ നിന്ന് കേട്ടോ. സോ ഇത് അത്യാവശ്യം കെയർഫുൾ ആയിട്ട് പഠിക്കേണ്ടതാണ്. പക്ഷെ ഒരു മെനക്കെട്ട പണിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആണ് ഏറ്റവും കുറെ കാര്യങ്ങൾ, നമ്മൾ എന്ത് സെലക്ട് ചെയ്ത് പഠിക്കും അല്ലേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രധാനപ്പെട്ട യുനെസ്കോ അംഗീകൃത കലാരൂപങ്ങൾ, കലകൾ. അത് യുനെസ്കോ അംഗീകരിച്ച് നമ്മളുടെ ഇപ്പൊ കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കുക. പിന്നെ ഏതെങ്കിലും PYQ നിങ്ങൾ നോക്കുമ്പോൾ അവർ ചോദിക്കുന്ന കലകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ആ കലകൾ പഠിക്കുക, അതാണ് കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ കറന്റ് അഫയർ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും റെലവെന്റ് ആയിട്ട് കുറച്ച് കലാരൂപങ്ങളെ, വലിയ വിഷയം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്കുക. ദെൻ ഫിലിം എന്ന് പറയുന്നതിൽ ആദ്യകാല സിനിമകൾ, നിർമ്മാതാക്കള്, സംവിധായകർ എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ദേശീയ പുരസ്കാരം ആർക്കൊക്കെ കിട്ടി, എന്തിനൊക്കെ കിട്ടി, അതൊക്കെ ചോദിക്കാറുള്ളതാണ്. ദെൻ സ്പോർട്സ് ഐറ്റംസിൽ പറയുകയാണെങ്കിൽ ഓരോ കളി നിങ്ങൾ എടുക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട കളിക്കാരുടെ എണ്ണവും പിന്നെ ആ കളിയുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ചോദിക്കും. അപ്പൊ നിങ്ങൾ PYQ പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ചും കൂടെ വെച്ച് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ദെൻ ഒളിമ്പിക്സ്, ഇന്ത്യയുടെ നേട്ടങ്ങൾ. കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നേട്ടം എന്താണ്, ഇനി ഫ്യൂച്ചർ എന്താണ് ഇപ്പോൾ ഈ ഒളിമ്പിക്സ് ഏതൊക്കെ സിറ്റീസ് ആണ് ഹോസ്റ്റ് ചെയ്യുന്നത്, അതൊരു 2 വർഷം എക്സ്ട്രാ കയറ്റി പഠിക്കണം കേട്ടോ. നിങ്ങൾ അടുത്ത വർഷം എന്നുള്ള രീതിയിലുള്ളതിനേക്കാൾ ഉപരി അടുത്തൊരു എന്താണ് 2 തവണയായിട്ടുള്ള ഒളിമ്പിക്സിലേക്ക്, അതായത് സമ്മർ ഒളിമ്പിക്സും ഉണ്ട്, വിന്റർ ഒളിമ്പിക്സും ഉണ്ട്. ഈ സമ്മറും വിന്ററും നിങ്ങൾ സെപ്പറേറ്റ് ഹോസ്റ്റ് സിറ്റീസ് കുറച്ച് ബാക്കിലോട്ടുള്ളതും ഫ്യൂച്ചറിലോട്ടുള്ളതും നോക്കി വെച്ചിരിക്കണം. എന്ന് വെച്ചാൽ കുറെ ഫ്യൂച്ചറിലോട്ടല്ല, ഒരു 2 വർഷം എന്നുള്ള രീതിയിൽ ഉള്ളത് നോക്കണം. ദെൻ നാഷണൽ ഗെയിംസ് ആൻഡ് അതർ സ്പോർട്സ് ഐറ്റംസ്, അത് നമ്മുടെ നാഷണൽ ഗെയിംസും ഒപ്പം PYQ നിങ്ങൾ നോക്കുമ്പോൾ ഏതെങ്കിലും സ്പോർട്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നോക്കണം. പിന്നെ ഈ വള്ളം കളി എന്ന് പറയുന്ന സംഭവമൊക്കെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ. അപ്പൊ അത് ഈ PYQ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണും, അപ്പൊ നോക്കി പഠിച്ചാൽ മതി. ദെൻ പ്രധാനപ്പെട്ട എഴുത്തുകാർ, ആദ്യകാല കൃതികൾ, കഥാപാത്രങ്ങൾ എപ്പോഴും ചോദിക്കാനുള്ളതാണ്. ഈ കഴിഞ്ഞ ഇതിലും കൂടെ ചോദിച്ചാണ് എഴുത്തുകാർ, അവരുടെ മെയിൻ ആയിട്ടുള്ള നോവൽ അല്ലെങ്കിൽ കൃതിയുടെ പേര്, കഥാപാത്രങ്ങൾ. അതൊന്ന് നിങ്ങൾ PYQ വെച്ച് കൂടുതൽ നോക്കാം, കൂടുതൽ ഫേമസ് ആയ എഴുത്തുകാരുടെ നോക്കാം. അതുപോലെ കവികൾ ഉണ്ടെങ്കിൽ അവരുടെ കവിത തന്നിട്ട് കവിതയിലെ വരികൾ, എസ്പെഷ്യലി കുമാരനാശാന്റെ ഒക്കെ വരികൾ തന്നിട്ട് ഏത് കവിതയിലാണെന്ന് ചോദിക്കും, കവിതയിലെ കഥാപാത്രം, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ സാഹിത്യ മേഖലയിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ലൈക്ക് ഓടക്കുഴൽ പുരസ്കാരം, വള്ളത്തോളല്ല നമ്മുടെ കൂടുതലും ചോദിക്കാനുള്ളത് ഓടക്കുഴൽ പുരസ്കാരം, അതുപോലെ തന്നെ വയലാർ പുരസ്കാരം, അതുപോലെ ജ്ഞാനപീഠം, ഇങ്ങനെയുള്ള പുരസ്കാരങ്ങളുടെ കുറച്ച് ബാക്കോട്ടുള്ള വർഷവും ഇപ്പോഴത്തെയും വരെയുള്ളത് ആർക്കൊക്കെ ഏതൊക്കെ കൃതിക്ക് ലഭിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. പിന്നെ നമ്മുടെ ദേശീയ ലെവലിലുള്ളത്, നാഷണൽ ലെവലിലുള്ള സാഹിത്യ ലിറ്ററേച്ചറിന് കൊടുക്കുന്ന അവാർഡ്സ് ഉള്ളത് എന്തായാലും നിങ്ങൾ നോക്കണം. ഇതേ നമുക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. PYQ ഓറിയന്റഡ് ആയിട്ട് കുറിച്ച് കൂടുതൽ നോക്കുക. ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കി കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ആർട്സ് സ്പോർട്സ് ഒക്കെ എന്താണ് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, എല്ലാം പഠിച്ചിട്ട് നമുക്ക് വലിയൊരു സ്കോറിംഗിൽ എന്താണ് 100ൽ 100 മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രം പഠിക്കാനുള്ളതല്ലേ. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ അധികം കൺജസ്റ്റഡ് ആക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഹോട്ട് ടോപ്പിക്സ്. ഇപ്പൊ ഞാൻ ചാപ്റ്റേഴ്സ് ലിസ്റ്റ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം പിക്ക് ചെയ്ത് ഞാൻ ഒന്ന് എഴുതി തയ്യാറാക്കട്ടെ. അത് ഞാൻ വീഡിയോ ആയിട്ട് ഉടനെ ചെയ്യാം. പിന്നെ നമ്മുടെ PYQ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.